പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സങ്കീർത്തനങ്ങൾ 34:8 ഇപ്രകാരം പറയുന്നു: കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയ സഹോദരങ്ങളെ, നാം എപ്പോഴും ദൈവത്തോടു കൂടിയായിരിക്കണം. നാം ദൈവത്തിലാണ് ആശ്രയം വെക്കേണ്ടത്. കർത്താവ് നമ്മെ സഹായിക്കും. നമുക്ക് വേണ്ടി അവിടുന്ന് നമ്മെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് നമ്മളിലേക്ക് ഇറങ്ങി വരും. നാം ദുഃഖത്തോടെയും വേദനയോടെയും നെഞ്ചു നീറുന്ന സങ്കടങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഈശോ അത് കേൾക്കാതിരിക്കുകയില്ല. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിക്കും. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഈശോ അത് കേൾക്കാതിരിക്കുകയില്ല. എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത്. ശക്തമേറിയ അമ്മയുടെ മാധ്യസ്ഥത നമ്മുടെ ജീവിതത്തിന് കോട്ടയായി സംരക്ഷണമായി എപ്പോഴും ഉണ്ടാകും. നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും ഇന്നുവരെയും ഈശോ നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ഈശോയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, നിന്റെ മക്കളിതാ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ പാദപീഠത്തിങ്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഈ മക്കളുടെ ഓരോരുത്തരുടെയും ഹൃദയവേദനകൾ അറിഞ്ഞ് അവിടുന്ന് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഈ മക്കളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരണമേ. ഈശോനാഥ, അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഉത്തരം നൽകണമേ. ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ. അങ്ങും ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ പുതിയ മനുഷ്യരാക്കി മാറ്റണമേ. ദൈവസ്നേഹം എന്തെന്ന് രുചിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. ഈശോനാഥ, പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ കണ്ണീരോടെ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു. ഈശോയെ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധ അമ്മയെയും ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ പാദപീഠത്തിങ്കൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് പൂർണ്ണമായി സൗഖ്യം കൊടുക്കണമേ. അവരുടെ കണ്ണിനെ പ്രകാശിപ്പിക്കണമേ. അന്ധന് കാഴ്ച കൊടുത്ത് ഈശോയെ, അങ്ങയുടെ അത്ഭുതം ഈ ഭൂമിയിൽ ഇനിയും പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ അമ്മയുടെ കരത്തിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലുകളിലും ICUയിലും വെന്റിലേറ്ററിലും വീടുകളിലും സകല ഇടങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ജഡമോഹങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ നിൽക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കരുതലായി സംരക്ഷകയായി അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും ബന്ധിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവർക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും പേരുപേരായി ഈ നിമിഷം അമ്മയുടെ കരത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് പോകുവാനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ. അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അവരെ അമ്മ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ഈശോനാഥ, അവരെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കഷ്ടതകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ പാദപീഠത്തിങ്കൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളുടെ കണ്ണുനീരും വേദനകളും അമ്മ അറിയണമേ. അവരെ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോൺ അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കിടക്കാടം പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. ഞങ്ങളെ എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും
പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അവർക്ക് ഉദരഫലത്തെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾ അവരെയെല്ലാം ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അമ്മ അത്ഭുതങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ലോകമെമ്പാടും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് കാവലായി, കരുതലായി, സംരക്ഷകയായി അമ്മ കൂടെ ഉണ്ടാകണമേ. ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ. ഈശോനാഥ, അങ്ങയുടെ തിരുരക്തത്താൽ മുദ്രയിട്ടവരെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കൾക്കും അമ്മ സംരക്ഷണം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പേര് പേരായി അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ഭവനങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ ഹൃദയങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. ആരോടും പറയാതെ ഉള്ളിലൊതുക്കി കഴിയുന്നവർ നീറുന്ന വേദനകൾ അമ്മ കാണണമേ. അവരുടെ ജീവിതങ്ങളിൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അനേകം മക്കൾക്ക് ദൈവം എന്നിൽ അത്ഭുതം ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ ഒരുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഈശോനാഥ, പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.